പാലാ നഗരസഭയിൽ യു.ഡി.എഫിനൊപ്പം നിൽക്കാൻ ഉപാധിയുമായി ബിനു പുളിക്കക്കണ്ടം. ആദ്യത്തെ 2 വർഷം ദിയ പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ സ്ഥാനം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. പുളിക്കക്കണ്ടം കുടുംബത്തിലെ അംഗങ്ങൾ വിജയിച്ച, അതായത് 3 വാർഡുകളാണ് അവർ ജയിച്ചത്. ആ വാർഡുകളുടെ ജനസഭയിൽ ഭൂരിപക്ഷം പേരും യു.ഡി.എഫിനൊപ്പം നിൽക്കണമെന്ന നിലപാടാണ് അറിയിച്ചത്. നടത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പുരകെത്തുമ്പോൾ വാഴ വെട്ടുന്ന പോലെയുള്ള ഒരു ശൈലി ഒരുപക്ഷെ മറ്റു ചിലരൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു ശൈലി നമ്മൾ എടുക്കത്തില്ല. ന്യായമായ അർഹതപ്പെട്ട കാര്യങ്ങൾ, അതും അധികാരത്തിന് വേണ്ടിയല്ല, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് അധികാരം ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം യു.ഡി.എഫുമായി ആയിട്ട് നമ്മൾ ആദ്യമേ ചർച്ച നടത്തുന്നത്. എൽ.ഡി.എഫുമായി നമുക്ക് ചർച്ച നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുമായിരിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കുന്നു. ഒരു മുന്നണി ഷിനോജ് എസ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, ആദ്യമേ യു.ഡി.എഫിനോടൊപ്പം എന്നൊരു ഒരു ധാരണയോ സൂചനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ ഭൂരിഭാഗവും എങ്ങനെയാണ് ആ ഒരു ജനാഭിപ്രായം രൂപപ്പെട്ടത്? എന്തെങ്കിലും ഒരു വോട്ടിംഗ് നടത്തിയോ? ഒപ്പം യു.ഡി.എഫിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നോ? ദിവിഷ്, പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകൾ, അതായത് ഈ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേർ വിജയിച്ച വാർഡുകളിലെ ഒരു ജനസഭയാണ് ഇന്ന് വിളിച്ചു ചേർത്തത്. അതിൽ ഈ വോട്ടർമാരുടെ അഭിപ്രായം തേടുന്നതിന് വേണ്ടി പ്രത്യേകം ക്രമീകരണം ഉണ്ടായിരുന്നു. മൈക്കിലൂടെയും ഒപ്പം പേപ്പറിൽ എഴുതിയും ഇത്തരത്തിൽ അഭിപ്രായം പറയാമായിരുന്നു. പ്രധാനമായും ഇത്തരത്തിൽ ഏത് മുന്നണിക്കൊപ്പം നിൽക്കണം, അതായത് പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേർ എൽ.ഡി.എഫിനൊപ്പമാണോ അതായത് യു.ഡി.എഫിനൊപ്പമാണോ നിൽക്കേണ്ടത് എന്ന കാര്യമാണ് ഇത്തരത്തിൽ പേപ്പറിൽ എഴുതി അഭിപ്രായമായി ചോദിച്ചിരുന്നത്. അതിൽ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് ഈ 3 പേരും യു.ഡി.എഫിനൊപ്പം നിൽക്കണമെന്നാണ്. സ്വാഭാവികമായി നേരത്തെ തന്നെ പലതരത്തിലുള്ള സൂചനകളൊക്കെ തന്നെ യു.ഡി.എഫിനൊപ്പം പുളിക്കക്കണ്ടം കുടുംബം നിൽക്കും എന്നതരത്തിലുള്ള സൂചനകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഭൂരിപക്ഷം ആളുകളും യു.ഡി.എഫിനൊപ്പം നിൽക്കണമെന്നൊരു അവകാശം ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു പ്രതികരണമായി ബിനു പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഈ അഭിപ്രായം കേട്ടതിനു ശേഷം ആദ്യം ചർച്ച, അതായത് യു.ഡി.എഫ് നേതാക്കളുമായി ചർച്ച നടത്തും. അതിലൊരു ഉപാധി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ആദ്യത്തെ 2 വർഷം, അതായത് വേണമെങ്കിൽ അവർക്ക് 5 വർഷം ചോദിക്കാം, പക്ഷേ 2 വർഷം ഞങ്ങൾക്ക് ആദ്യത്തെ 2 വർഷം ചെയർപേഴ്സൺ സ്ഥാനം അത് മകൾ ദിയ പുളിക്കക്കണ്ടത്തിന് നൽകണം എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ബിനു പുളിക്കക്കണ്ടം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ യു.ഡി.എഫ് വ്യക്തമാക്കിയതാണ്, ബിനു പുളിക്കക്കണ്ടം മുന്നോട്ട് വയ്ക്കുന്ന എന്ത് ആവശ്യവും എന്ത് ഉപാധിയും അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് യു.ഡി.എഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും ഒരു യു.ഡി.എഫിനൊപ്പം ബിനു പുളിക്കക്കണ്ടം അറിയാനുള്ളൊരു കൗതുകത്തിനാണ് ഇത്. ഈ വോട്ടിംഗ് നടത്തിയപ്പോൾ എത്ര പേർ യു.ഡി.എഫിനൊപ്പം, എത്ര പേർ എൽ.ഡി.എഫിനൊപ്പം, അങ്ങനെ എന്തെങ്കിലും കണക്കുകൾ അവർ പങ്കുവെച്ചോ? ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ല. അതായത് പേപ്പറിൽ എഴുതി വാങ്ങി, അതിൽ ഭൂരിപക്ഷം അഭിപ്രായമെന്ന് അവർ തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് അത്തരത്തിലൊരു മറുപടി അവർ നൽകിയത്. മാത്രമല്ല ഈ മൈക്കിലൂടെ സംസാരിക്കുന്നതിന് വേണ്ടി, അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ തന്നെ അവസരമുണ്ടായിരുന്നു. അങ്ങനെ പങ്കുവച്ചത് ഏകദേശം ഒരു 3/4 ആളുകളും, അതായത് ഒരു 100 പേരെടുത്താൽ അതിൽ 90% ആളുകളും പറഞ്ഞത് യു.ഡി.എഫിനൊപ്പം നിൽക്കണമെന്നൊരു കാര്യമാണ്. പൊതുവെ അങ്ങനെ ഒരു വികാരമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ബിനുവിനെ വെട്ടിയത് അത് CPM ഒക്കെ തന്നെ ചേർന്നുകൊണ്ടാണെന്നൊരു അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട്. അതിനാൽ തന്നെ യു.ഡി.എഫിനൊപ്പം ഇത്തവണ നിൽക്കണം, ആദ്യത്തെ ടേമിൽ തന്നെ ദിയ പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ സ്ഥാനം നൽകണം എന്നൊരു വികാരമാണ് ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായത്. അതായത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കൗതുകങ്ങളിൽ ഒന്നായിരുന്നു ഒരു കുടുംബത്തിലെ 3 പേർ, അച്ഛൻ, മകൾ, അച്ഛൻ്റെ സഹോദരൻ, അങ്ങനെ 3 പേർ മത്സരത്തിൽ ഓരോരോ വാർഡുകളിൽ നിന്നായി ജയിക്കുന്നു. അവരുടെ പിന്തുണ അവിടെ ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ നിർണായകമാകുന്നു. അങ്ങനെയാണ് അവർ ആ 3 വാർഡുകളിലെയും ജനങ്ങളെ ചേർത്തൊരു പരിപാടി സംഘടിപ്പിക്കും. അതിലെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് യു.ഡി.എഫുമായി ചേരാം, അല്ലെങ്കിൽ യു.ഡി.എഫിനോട് ചേർന്ന് മുന്നോട്ട് പോകാമെന്നതാണ്. പക്ഷേ അതിന് ഉപാധികളുണ്ട്. ഉപാധികൾ യു.ഡി.എഫ് അതിന് വഴങ്ങാനുമാണ് സാധ്യത. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.